ഞാൻ ചത്തെന്നറിഞ്ഞ അവർ വരുമല്ലടാ. അമ്മ ഇതൊരൽപ്പം കടന്ന കൈയായിപ്പോയി. ഒരു 3 മാസത്തോടെ കഴിഞ്ഞ് ഞാൻ വരുമെന്ന് പറഞ്ഞല്ലേ. രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീക്കൊന്നും യാതൊരു ഉറപ്പുമില്ലാത്ത പ്രായക്കാരാ ഞങ്ങളൊക്കെ. അപ്പോഴാണ് 3 മാസം. എടാ നീ നിന്റെ അമ്മയെ നേരിട്ട് കണ്ടിട്ട് എത്ര വർഷമായടാ? പൈസ മാത്രം മതിയാ? ചേട്ടാ ഇപ്പം പൈസ പോയതിൻ്റെ ദേഷ്യമില്ല ചേട്ടാ ഇവിടെ കാണിച്ചത്. പക്ഷെ തിരിച്ചാലോചിച്ച് ചോദിക്കേ, ഇത് സത്യമായിരുന്നെങ്കിലോ? ഇപ്പം പോയ പൈസ അടുത്ത മാസം പണിയെടുത്ത ചേട്ടൻ ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അമ്മ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നാലേ ജീവിതകാലം മൊത്തം അതിൻ്റെ വിഷമം നിങ്ങൾക്ക് മാറുമോ? എടാ, ഒരു 10 ദിവസം നിൻ്റെ മോളെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ പോ. അപ്പോഴേ എൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സദാസമയം എന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ നിൽക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ വിശ പുതുക്കാനല്ലാതെ വർഷത്തിൽ 10 ദിവസം എൻ്റെ കൂടെ ഒന്ന് നിന്നാ അത് മതി എനിക്ക്. മാസം പൈസയും അയച്ചു തന്ന് ചടങ്ങിന് ഒരു വീഡിയോ കോളും ചെയ്താൽ മാത്രം പോരാ. നിനക്കൊരു വർഷത്തിൽ 10 ലീവ് കിട്ടൂലേ? ഇവിടെ വരാനുള്ള പൈസയും നിനക്കില്ലേ? എല്ലാം ഉണ്ട്, മനസ്സ് മാത്രമില്ല. അമ്മ അവിടെ അത്രയ്ക്ക് ജോലി തിരക്കായോണ്ടാണ്. അമ്മ മരിച്ചെന്ന് വിളിച്ചു പറഞ്ഞപ്പോ മോക്ക് ഈ തിരക്കൊന്നും ഇല്ലായിരുന്നല്ലേ? അപ്പം വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. ഈ കുഞ്ഞു മക്കൾക്ക് വയ്യാതായാലേ അവരവരുടെ അമ്മയും അച്ഛനെയും വിടാതെ പിടിച്ചിരിക്കും. അത് അവരുടെ അസുഖം മാറാനൊന്നുമല്ല, അതൊരാശ്വാസമാണ്. അതുപോലെയാണ് മോനെ നമുക്ക് വയസ്സായവർക്കും. നാളെ നമുക്ക് വയ്യാതാകുമ്പോൾ മക്കൾ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പകുതി ആശ്വാസമാണ്. ചേട്ടാ ഞാൻ ഹോം നഴ്സും കെയർ ടേക്കറൊന്നുമല്ല. എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത് കാനഡയിൽ വരാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഇവിടെ വന്ന് ഈ അമ്മയെ നോക്കിയപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇനി എങ്ങോട്ടുമില്ല. എൻ്റെ വീട്ടിലുണ്ടൊരമ്മ. അവരുടെ ആയ കാലത്ത് അവരെന്നെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പം അവർക്കാവതില്ലാത്ത ഈ കാലത്ത് ഞാൻ അവരുടെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാലും വല്ലപ്പോഴും വന്ന് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോ. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അന്യ നാട്ടിൽ ജോലിയും കളഞ്ഞ് സ്വന്തം നാട്ടിൽ വന്ന് നിൽക്കാൻ കൊതിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ നീ അങ്ങനെയല്ല, നിനക്ക് എല്ലാം ഉണ്ട്. എനിക്ക് ഒന്നേ പറയുള്ളൂ, ഞാൻ ചത്തു കിടന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടോ എനിക്ക് വാക്കരി ഇട്ടുകൊണ്ടോ ഞാൻ ഒന്നും അറിയാൻ പോണില്ല. അറിയണ സമയത്ത് നിങ്ങളൊന്ന്